നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ADGP RSS കൂടിക്കാഴ്ചയിലൊടുവിൽ അന്വേഷണം. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. ഇത് സംബന്ധിച്ച് DGPക്ക് നിർദ്ദേശം നൽകി. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന RSS നേതാവ് A. ജയകുമാറിന്റെ മൊഴിയെടുക്കാൻ ഇന്റലിജൻസ് വിഭാഗം നോട്ടീസ് നൽകി. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വിവാദ കൂടിക്കാഴ്ചയിലെ സർക്കാർ തീരുമാനം. ആരോപണം ഉയർന്ന് 20 ദിവസത്തിന് ശേഷമാണ് അന്വേഷണത്തിന് നിർദ്ദേശം. PV അൻവർ MLA പരാതിയിൽ അജിത് കുമാറിനെതിരെ നടക്കുന്ന DGP തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളും പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ടേംസ് ഓഫ് റെഫറൻസിൽ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2023 തൃശൂരിലും തിരുവനന്തപുരത്തുമായി 2 മുതിർന്ന RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. തൃശൂരിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയും തിരുവനന്തപുരത്ത് റാം മാധവനെയുമാണ് കണ്ടത്. RSS നേതാവ് A. ജയകുമാർ ആയിരുന്നു ഇടനിലക്കാരനായി ADGP അനുഗമിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയായ A. ജയകുമാറിനെ മൊഴിയെടുക്കാൻ രഹസ്യാന്വേഷണ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുണ്ട്. RSS നേതാക്കൾ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന് വ്യക്തമല്ല. അതേസമയം മുഖ്യമന്ത്രി അറിയാതെ ADGP RSS നേതാക്കളെ കാണില്ലെന്നാണ് കോൺഗ്രസ് വിമർശനം. എന്തിനു കണ്ടുവെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനമാണ്. ഇത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ്. എന്തായിരുന്നു ഡീല്? ഇനി സ്വകാര്യ ആവശ്യത്തിന് കണ്ടതാണോ? അത് പറയട്ടെ എന്ന്. CPM-ഉം BJP-യും RSS-ഉം ഒക്കെ ആയിട്ടുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ADGPയെ മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. RSS നേതാക്കളെ ആർക്കും കാണാം. അന്വേഷണത്തോട് സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് RSS നേതൃത്വമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അന്വേഷണ നീക്കം പ്രഹസനമെന്നായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രതികരണം. RSS നേതാക്കളുടെ എന്ത് മൊഴി രേഖപ്പെടുത്താനാണ്? RSS നേതാക്കളെ കാണാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. 2023 ADGP RSSന്റെ നേതാവിനെ കണ്ടത്. പൂരം പ്രശ്നം ഉണ്ടായത് 2024 ഏപ്രിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണകളുമായിട്ട് വരുന്ന ആളുകൾ തൃശ്ശൂരിലെ BJP വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ്. കോൺഗ്രസിൻ്റെ പരാജയം അതിന് കാരണം CPM ആണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ്. അവിടെ കോൺഗ്രസ് ദയനീയമായി 3-ാം സ്ഥാനത്ത് പോയതാണ്. പിന്നെയും അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് അവരുന്നയിക്കുന്നത്. എന്ത് കാര്യത്തിന് അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണത് കാണാൻ പോയത്. അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്ത് അന്വേഷണം? ആരെ ബോധ്യപ്പെടുത്താൻ അന്വേഷണം? ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJPക്ക് സറണ്ടറായി. ADGP പോയത് ADGPക്ക് വേണ്ടിയാണോ? അല്ല, ADGP പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. RSS ADGP കൂടിക്കാഴ്ചയിലെ അന്വേഷണം 2024 ഏറ്റവും വലിയ തമാശയെന്ന് PV അൻവർ MLA. ADGPയെ പിരിച്ചുവിടണം. ഹെഡ്മാഷിനെതിരെയുള്ള പരാതി പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാഷിന് തന്നെ റിപ്പോർട്ട് നൽകുന്ന പോലെയാണ് പൂരം കലക്കിയ വിഷയത്തിലെ അന്വേഷണമെന്നും PV അൻവർ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ ഞാൻ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ. അല്ല, പിന്നെ എന്തിനാ അന്വേഷണം? എന്തിനാണ്? അല്ല, എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ? ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ. പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയായി കൂട്ടിയാൽ മതി. അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഇന്ന് ഞാൻ പറയുന്ന ആളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ താഴെ ഇറക്കണം. വിപിൻ C. വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, പരസ്യപ്രതികരണത്തിനില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും മുൻ നിലപാട് ആവർത്തിക്കുന്നു. സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു PV അൻവർ. അതിനൊരു പരിഹാസത്തിന്റെ ഭാഷയുമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? വിപിൻ C. വിജയൻ.
റിജിത്ത്, ഇപ്പോൾ PV അൻവർ ഒരു പരസ്യ പ്രസ്താവന വീണ്ടും നടത്തിയിരിക്കുന്നു. അത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. MR അജിത് കുമാർ RSSുമായി ഒരു വട്ടമല്ല 10,000 വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ പിന്നെ എന്തിനാണ് അന്വേഷണം? അത് സൂര്യൻ കത്തി നിൽക്കുന്നത് പോലെ വ്യക്തവുമാണ്. അയാൾ RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. പൂരം കലക്കിയതാണ്. ആ പൂരം കലക്കിയതിന്റെ അന്വേഷണം അത് ഹെഡ്മാസ്റ്ററിന്റെ കുറ്റം പ്യൂൺ അന്വേഷിക്കുന്നത് പോലെ എന്നുമാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 2024 ഏറ്റവും വലിയ തമാശയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം എന്നുള്ളതുമാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ശബ്ദമായി തന്നെ PV അൻവർ മാറുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി അദ്ദേഹം നിലപാടുകൾ കടുപ്പിക്കുന്നു. MR അജിത് കുമാറിനെ എതിരെയുള്ള നടപടികളുടെ ശബ്ദം അദ്ദേഹം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയ്ക്ക് ഇനിയില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ ഒരു തീരുമാനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ CPM അടക്കം പറഞ്ഞിട്ടുള്ള തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പരസ്യ പ്രസ്താവന PV അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇതൊരു തമാശ മാത്രമായി കണ്ടു എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഈ തീരുമാനത്തെ പരിഹാസ രൂപേണയാണ് ഇപ്പോൾ PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. റീജിത്ത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി പരസ്യ പ്രതികരണത്തിനില്ല ഈ വിഷയത്തിൽ എന്നൊക്കെ PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിന്റെ തീരുമാനത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്, വിമർശനം ഉന്നയിക്കുകയാണ് പരിഹാസ രൂപത്തിൽ PV അൻവർ. ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ച് RJD. അന്വേഷണമല്ല വേണ്ടതെന്നും രാഷ്ട്രീയ വിഷയമാണെന്നും RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് 24നോട് പറഞ്ഞു. സർക്കാർ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്ന രൂക്ഷ വിമർശനവും വർഗീസ് ജോർജ് ഉയർത്തി. കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ RSSന്റെ ദേശീയ നേതാക്കളെ തന്നെ പോയി കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് കേവലം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ആ നിലയിൽ തന്നെ പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി വേണമായിരുന്നു. പക്ഷെ അത് സ്വീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ DGPയെ കൊണ്ട് അന്വേഷണം നടത്തിക്കുന്നു. അത് തന്നെ ഒരു നല്ല കീഴ്വഴക്കമല്ല. പൊളിറ്റിക്കലായുള്ള ഇഷ്യൂ പോലീസ് അന്വേഷിക്കുന്നത്. പൂരം കലക്കൽ വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ച് റവന്യൂ മന്ത്രി K രാജൻ. ശക്തമായ നടപടി വേണം എന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, CPI ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, പരസ്യമായി ഉയർത്തുന്ന വിമർശനം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അത് മന്ത്രിസഭയിൽ K രാജൻ ഉയർത്തുന്നു. അതിനിടയിൽ ഈ തുടരന്വേഷണത്തിനുള്ള സാധ്യത പരിശോധിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ CPI തൃപ്തരാണോ? MG പ്രതീഷ്. റിജിത്ത്, ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിഷയം ആദ്യം അവതരിപ്പിച്ചത്. ഈ ADGPയുടെ റിപ്പോർട്ട് DGPയുടെ ശുപാർശ കുറിപ്പോടെ ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി ഈ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. ഇതിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷണം നടത്തി വരികയാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതിന് പിന്നാലെയാണ് ഈ വിഷയം ശക്തമായി മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി K രാജൻ ഉന്നയിച്ചത്. ശക്തമായ നടപടി തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വേണമെന്നതാണ് മുഖ്യമന്ത്രിയോട് റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം അല്ല നിലവിലുള്ളത്. ഗൗരവപരമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിരവധി ആരോപണങ്ങൾ അതിനുശേഷം വന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം, ഒപ്പം ശക്തമായ നടപടി വേണമെന്നതാണ് K രാജൻ ആവശ്യപ്പെട്ടത്. ഇത് പെട്ടെന്ന് രൂപപ്പെട്ട ഒരു അഭിപ്രായവുമല്ല, കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. അത് CPIയുടെ തീരുമാനം. നേരത്തെ തന്നെ അവർ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് CPI എടുത്തിരുന്നു. അത് മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുമെന്നും പാർട്ടി തന്നെ തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ CPI പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. ഈ നിലപാടിന് പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിച്ച് വരികയാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയട്ടെ, അദ്ദേഹത്തിന്റെ ശുപാർശ കൂടി ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോകാമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യം, സർക്കാർ ഒരു തുടരന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏറുന്നു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ പോകും. അധികം വൈകാതെ തന്നെ നിയമോപദേശത്തിന് ശേഷം ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. ശരി, പൂരം വിവാദം മന്ത്രിസഭാ യോഗത്തിലും ഉയർത്തുന്നു. CPI ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യം K രാജൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തുടരന്വേഷണത്തിന്റെ സൂചന നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണെന്നും നിലപാടറിഞ്ഞ ശേഷം തുടർ നടപടിയെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. ഗൂഢാലോചന കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്ന് DGPയും ആവശ്യപ്പെട്ടിരുന്നു. DGP കൈമാറിയ ADGPയുടെ റിപ്പോർട്ടും
ADGPക്കെതിരായ കുറിപ്പും മുഖ്യമന്ത്രി ഇന്നലെ പരിശോധിച്ചിരുന്നു. ADGPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് DGPയുടെ കുറിപ്പിലുള്ളത്. ഇതും കൂടി പരിഗണിച്ചാകും സർക്കാർ നീക്കം. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സംശയാസ്പദമായ നീക്കമുണ്ടായെന്ന് ADGPയുടെ കണ്ടെത്തൽ. വിശദമായ അന്വേഷണമാണ് CPIയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ വിശദമായ അന്വേഷണം DGPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും മുഖ്യമന്ത്രി തുടരന്വേഷണ സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഉത്തരവിറക്കുക. AGയോടും നിയമോപദേശം തേടിയിട്ടുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും തുടരുകയാണ്. CPIM BJP ബന്ധമെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. സുരേഷ് ഗോപി നാം പറഞ്ഞല്ലോ, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞില്ലേ. തൃശ്ശൂർ എടുത്തില്ല, ഞങ്ങളങ്ങ് കൊടുത്തു. മനസ്സിലായോ? CPM അങ്ങ് കൊടുത്തു. പൂരം വിവാദം ചർച്ചയാക്കി തൃശൂർ ലോക്സഭാ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് ശ്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചത്. ആ വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ് പൂരം അട്ടിമറിച്ച് ജയിച്ചു എന്നൊക്കെയുള്ള ആരോപണവുമായിട്ട് UDFും പ്രതിപക്ഷവും വരുന്നത്. പൂരം കലക്കൽ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണമോ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ ആണ് സർക്കാർ ആലോചിക്കുന്നത്. ഉത്തരവ് വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. സിദ്ദീഖിനായി പരക്കം പാച്ചിൽ. മുൻകൂർ ജാമ്യം തള്ളി 27 മണിക്കൂറിലും നടൻ സിദ്ദീഖിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. സംസ്ഥാനത്തിന് പുറത്തേക്കും സിദ്ദീഖിനായി അന്വേഷണം നടത്തുന്നുണ്ട്. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി 24 മണിക്കൂർ പിന്നിടുമ്പോഴും സിദ്ദീഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തുന്നുണ്ട്. സിദ്ദീഖിന്റെ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും വീടുകളിലും സ്ഥാപനങ്ങളിലും നിരീക്ഷണം ശക്തമാണ്. കൊച്ചി നഗരത്തിലെ ഹോട്ടലുകളിൽ പോലീസ് രാത്രി പരിശോധന നടത്തിയിരുന്നു. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ കേന്ദ്രീകരിച്ചും സിദ്ദീഖിനായുള്ള തെരച്ചിൽ നടന്നു. അതേസമയം രാവിലെ അല്പസമയം സിദ്ദീഖിന്റെ ഫോൺ ഓണായിരുന്നു. എന്നാൽ പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്തു. സിദ്ദീഖ് അഭിഭാഷകരുമായി ഫോണിൽ സംസാരിച്ചതായി വിവരമുണ്ട്. ഇതിനിടെ സിദ്ദീഖിന്റെ അപ്പീൽ ഹർജി സുപ്രീംകോടതി നമ്പറിട്ടാൽ വിധി വരും വരെ കാത്തിരിക്കാനാണ് പോലീസ് തീരുമാനം. എന്നാൽ ഹർജി നമ്പരാകും മുമ്പ് സിദ്ദീഖിനെ കണ്ടെത്താനായാൽ അറസ്റ്റ് രേഖപ്പെടുത്തും. 24, കൊച്ചി. മുൻകൂർ ജാമ്യം തള്ളിയ ഹൈക്കോടതി നടപടിക്കെതിരെ നടൻ സിദ്ദീഖ് ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. സിദ്ദീഖിന്റെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടി. സുപ്രീം കോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഇന്നലെ രാത്രി തന്നെ സിദ്ദീഖിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ഓഫീസിൽ നിന്നും നിയമോപദേശം തേടിയതായാണ് വിവരം. ഹൈക്കോടതി വിധിപ്പകർപ്പും കൈമാറി. സിദ്ദീഖ് ഉടൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് സൂചന. അതിജീവിത പരാതി നൽകാൻ വൈകിയതും സിദ്ദീഖിനെതിരെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ല എന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും സുപ്രീം കോടതിയെ അറിയിക്കും. ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദീഖിന്റെ അഭിഭാഷകർ. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകി. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുതെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജി നൽകാനാണ് സംസ്ഥാനത്തിന്റെയും തീരുമാനം. മുതിർന്ന അഭിഭാഷകരുമായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ഷോങ്കർ ആശയവിനിമയം നടത്തിയതായാണ് വിവരം. 24, ഡൽഹി. പീഡനക്കേസിൽ പ്രതിയായ M. മുകേഷ് MLAയുടെ രാജി പരോക്ഷമായി ആവശ്യപ്പെട്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. ധാർമ്മിക ബോധത്തിൽ മുകേഷ് സ്വയം തീരുമാനമെടുക്കണമെന്നാണ് PK ശ്രീമതിയുടെ നിലപാട്. എന്നാൽ M. മുകേഷിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. MLA സ്ഥാനത്ത് M. മുകേഷ് തുടരുന്നതിൽ CPIMന്റെ ബൃന്ദാകാരാട്ടം CPIയുടെ ആനി രാജയും വിയോജിപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി മുകേഷ് വിഷയത്തിൽ നിലപാട് പറഞ്ഞത്. M. മുകേഷിന് പിന്തുണയില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തൊട്ടുമുമ്പ് PK ശ്രീമതിയുടെ പ്രതികരണം. പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവൻ്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ്. M. മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെക്കണമെന്ന രമേശ് ചെന്നിത്തല.
അതത് പാർട്ടികളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൈയൊഴിഞ്ഞു. അതിന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അവരുടെ പാർട്ടി, അവരുടെ ധാർമ്മികത അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. M മുകേഷിന്റെ രാജി വേണ്ടെന്ന നിലപാടിലാണ് CPIM. പാർട്ടിക്കുള്ളിലും മുന്നണിയിലും മുകേഷ് വിഷയത്തിൽ വിയോജിപ്പ് ശക്തമാണ്. മുകേഷിനെ സംരക്ഷിക്കണമോ എന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാടും നിർണായകമാണ്. 24 തിരുവനന്തപുരം. പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സ്വാഭാവിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ജാമ്യത്തിൽ വിടും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇടവേള ബാബുവിനെ പുറത്തേക്ക് ഇറക്കിയോ ശ്രീകാന്ത്? റജിത്ത്, നിലവിൽ ഇപ്പോഴും SITയുടെ ക്യാമ്പ് ഓഫീസിൽ ഇടവേള ബാബു ഉണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇതുവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഈ കാണുന്ന ക്യാമ്പ് ഓഫീസിലെ റൂമിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ കേസിലെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ക്രോസ് ചെക്കിംഗ് ആണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ ഈ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നതിനാൽ പൊട്ടൻസി ടെസ്റ്റ് അടക്കം നടത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ഈ ലൈംഗിക ശേഷി പരിശോധന നടക്കാൻ പോകുന്നത്. അതൊരു നടപടിക്രമമാണ്. നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി M വർഗീസ് ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമായിരുന്നു. അതിപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്, പോലീസ് തന്നെയാണ് നേരെ കൊണ്ടുപോയി ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്തുന്നത്. അതൊരു നടപടിക്രമം പൂർത്തിയാക്കലാണ്. ശേഷം വിട്ടയക്കുകയും ചെയ്യും. രാവിലെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഇടവേള ബാബു ഇവിടെ എത്തിയിരുന്നു. ഇടവേള ബാബുവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിക്കുകയുണ്ടായത്. ഇക്കാര്യത്തിൽ സംശയ നിവാരണം വരുത്തുക, സംശയ നിവൃത്തി വരുത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 3 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ ഇതുവരെ കിട്ടിയ പരാതികളിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സ്വാഭാവികമായും പറയേണ്ടി വരും. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിടുക്കപ്പെട്ടുള്ള ഈ നീക്കങ്ങൾ. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് പരാതി അറിയിക്കാൻ പ്രത്യേക ഫോൺ നമ്പർ പുറത്തിറക്കി ഫെഫ്ക. നേരിട്ട് വിളിച്ചോ SMS, വാട്സാപ്പ് എന്നിവ വഴിയോ പരാതി അറിയിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയുടെ ഇടപെടൽ. സ്ത്രീകൾ തന്നെയായിരിക്കും പരാതി കേൾക്കുന്നതും പരിഹരിക്കുന്നതുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ലൊക്കേഷനുകളിലോ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്ഥലങ്ങളിലോ ഞങ്ങളുടെ സ്ത്രീ അംഗങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ തന്നെ കേൾക്കുക ആദ്യം എന്നൊരു നിലപാടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ. അത് നിർബന്ധമായും SMS ആയോ വാട്സപ്പായോ പരാതി അതിനകത്തേക്ക് അയക്കണം. സ്ത്രീകൾ തന്നെയായിരിക്കും അതിനോട് പ്രതികരിക്കുക, അവരെ വിളിച്ച് സംസാരിക്കുക, അതിന് പരിഹാരം കാണുക. സ്ത്രീകൾ ആ പരാതി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ കൺസേൺഡ് ആയിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറിയോ അത് വിവരം അറിയിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ആ നമ്പർ ആക്റ്റീവ് ആയിരിക്കും. KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശാസന. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സാണ് എന്നാണ് വിമർശനം. ബ്രത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ അപകടം കുറഞ്ഞെന്നും മന്ത്രി പറയുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് മന്ത്രിയുടെ വിമർശനം? അതേത് പശ്ചാത്തലത്തിൽ? വിവരങ്ങൾ എന്താണ് സലീം? ശ്രീജിത്ത്, ഇന്ന് തിരുവനന്തപുരം ആനയറയിലെ KSRTC സ്വിഫ്റ്റിന്റെ തന്നെ കോമ്പൗണ്ടിൽ വെച്ച് നടന്നൊരു പൊതുപരിപാടിക്കിടെയാണ് KSRTC സ്വിഫ്റ്റ് ജീവനക്കാരെ കടുത്ത ഭാഷയിൽ ശാസനയുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. അതിൽ പറയുന്നത് സംസ്ഥാനത്തെ റോഡുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ് എന്നുള്ളതാണ് വിമർശനം. KSRTC ഡ്രൈവർമാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ പകുതിയിലധികവും മാറി, കൂടുതലും മാറി. പക്ഷേ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ ആ നിലയിലല്ല ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ്. അവർക്കൊരു ശാസനയായി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്നും മന്ത്രി പറയുന്നു. 500-ൽ താഴെ മാത്രം ബസ് ഓടുന്ന സ്വിഫ്റ്റ് ഇടിച്ചാണ് നിലവിൽ കൂടുതൽ പേർ മരിക്കുന്നത്. KSRTCയിലെ ജീവനക്കാർക്കുള്ള മര്യാദ സ്വിഫ്റ്റിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും പാലിക്കണം. മാത്രമല്ല KSRTCയുടെ യജമാനൻ പൊതുജനമാണ്, അത് മറന്നുകൊണ്ട് വണ്ടി ഓടിക്കരുത് എന്നും മന്ത്രി വിമർശിക്കുന്നുണ്ട്. സ്വിഫ്റ്റിലെ ജീവനക്കാർ ആളുകളോട് മോശമായി പെരുമാറുന്നു എന്നും പരാതിയുണ്ട്
എന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പരാതി വരികയും അത് കണ്ടെത്തുകയും ചെയ്താൽ കർശന നടപടി ഉണ്ടാകും എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ബ്രത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടുകൂടി അപകടം കുറഞ്ഞുവെന്നും കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് മന്ത്രി പറയുകയാണ്. ശരാശരി 40 മുതൽ 48 വരെ ഒരു മാസം അപകടം നടന്നിരുന്നത് കുറയ്ക്കാനായി ആഴ്ചയിൽ ഒരു അപകട മരണം പോലും ഇല്ലാത്ത ദിവസങ്ങൾ മുൻപുണ്ടായിരുന്നു. എന്നാൽ അപകട മരണങ്ങൾ ഇല്ലാത്ത നല്ല ദിവസം. ശരി, KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകുകയാണ് ഒരു ശാസനയുടെ രൂപത്തിൽ. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. SP S സുജിത് ദാസിനെതിരെ CBI അന്വേഷണമില്ല. ലഹരിക്കേസ് പ്രതിയുടെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വ്യാജ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന പരാതിയിൽ CBI അന്വേഷണം വേണം എന്നായിരുന്നു ഹർജി. രേഖകൾ പരിശോധിച്ചതിൽ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. S ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിശദാംശം. അതായത് 2018-ൽ 6 യുവാക്കളെ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയെന്നാരോപിച്ച് ഒന്നാം പ്രതിയായ സുനിൽകുമാറിന്റെ ഭാര്യ രേഷ്മയാണ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ CBI അന്വേഷണം വേണം, വ്യാജ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു പരാതി. അതിൽ CBI അന്വേഷണം വേണം എന്നായിരുന്നു ഇവരുടെ ആവശ്യവും. 2018-ൽ ഈ കേസ് എടത്തലയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എറണാകുളം റൂറലിൽ നർക്കോട്ടിക് സെല്ലിന്റെ ചുമതലയുള്ള ASP ആയിരുന്നു സുജിത് ദാസ് എന്നുള്ളതും ഇവർ ആരോപിച്ചിരുന്നു. പക്ഷേ ഈ CBI അന്വേഷണ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കോടതി പറയുന്നത് ഈ വ്യാജ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന പരാതിയിൽ തൽക്കാലം മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കി. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമായിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. S ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തെക്കാൾ മികച്ച പോളിംഗാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. അതേസമയം കോൺഗ്രസിന്റെ പ്രകടനം പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല എന്ന് സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസ് വിമർശിച്ചു. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്ന ആദ്യം നിഷേധിച്ചു, 2 കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞതിന് ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ല, സാരമില്ല. ഈ മെയ് മാസത്തിലാണ്, 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയേ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പോൾ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണമാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈമല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ളൊരു ക്രൈമല്ലല്ലോ, ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJP ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മനസ്സിലായി? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ, അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടേക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു. അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. മനസ്സിലായില്ല? പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത്? ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞു
ഈ കമ്മീഷണറെ നടപടിയെടുത്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണറല്ല പ്രതി, കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരം നടക്കുന്ന ടൗണിലുണ്ടായിരുന്നു. അത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു, സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ച് വെച്ചേക്കുവാണ്. അതേ പരിപാടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ചാൽ എന്താ പ്രസക്തി? ഒരു കാര്യമില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു തന്ത്രം മാത്രം. പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ ഗവൺമെന്റും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം. നമ്മൾ വീണയിടത്ത് കിടന്ന് ഉരുളും ഇല്ലേ, ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ സാധാരണ ജീവിതത്തിൽ. അതുപോലെ വീണയിടത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത്. ഞാനത് വായിച്ചില്ല, ഞാൻ കണ്ടില്ല. വാർത്തകളിൽ വന്നതാണ്. വാർത്തകളിൽ വന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം. ഒന്ന്, ADGP-യുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. കമ്മീഷണറാണെങ്കിൽ കമ്മീഷണർക്ക് ഉത്തരവാദിത്വം, DIG കൂടി ഉണ്ടെങ്കിൽ DIG-ക്ക് ഉത്തരവാദിത്വം, IG ഉണ്ടെങ്കിൽ IG-ക്ക് ഉത്തരവാദിത്വം, ADGP ഉണ്ടെങ്കിൽ ADGP-ക്ക് ഉത്തരവാദിത്വം. അവിടെ അന്നുണ്ടായിരുന്നു രാവിലെ 11 മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ADGP ആ കമ്മീഷൻ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ പോയോ? ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ. വെളുപ്പിന് ക്യാമ്പിലേക്കാണ് പോയത്, വെളുപ്പിന്. അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത്. അല്ല, ഇദ്ദേഹം പറയണതിൽ എന്താ അർത്ഥം? ഇദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം. മുഖ്യമന്ത്രി BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുനിൽ കുമാർ പോയി അവിടെ നിന്ന്, K മുരളീധരൻ പോയി അവിടെ നിന്ന്. അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത, മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ, ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി BJP-യുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊരു നാടകമാണ്! നിങ്ങളിപ്പോൾ അജിത് കുമാറിനെ ഒന്നും ഇത് ചെയ്യണ്ട, ജോലിയിൽ പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം. ഈ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ BJP-യുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ചെയ്യുന്ന ഈ വറാഹി ആനലിസ്റ്റിക് പറയുന്ന സ്ട്രാറ്റജിയുടെ അവിടുത്തെ കോർഡിനേറ്റർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല. ഇവിടെ ചിലർ പറഞ്ഞു പൂരം കലക്കാൻ 16 മാസം മുമ്പ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് ഞാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്. ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല. പൂരം കലക്കാനല്ല ADGP കണ്ടത്. അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടുത്തെ ജയിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കാം, ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് കിടന്ന, ഒരു കൊല്ലമല്ല, ഒരു 11 മാസം കഴിഞ്ഞ് കിടന്ന പൂരത്തിൽ സഹായിക്കാനുള്ള ശ്രമമാണ്. അത്രയേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്ക് അറിയാലോ, മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, വാദത്തിന് വേണ്ടി സമ്മതിക്കുക. മുഖ്യമന്ത്രി അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ടു. ഇവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമോ ബിസിനസ് തർക്കമോ വല്ലതും ഉണ്ടാകുന്ന എനിക്കറിയില്ല, കണ്ടെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു, ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു, ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കാരണം തൃശ്ശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ADGP ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കണ്ടല്ലോ. മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടു. അപ്പം എന്താ, നിസ്സാരമായിട്ട് എടുത്തോ? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ 1 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസ്സാരമായിട്ട് എടുത്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം
അനിരാജ വരെ ഉന്നയിച്ച ആക്ഷേപമാണ് കേരളത്തിലെ പോലീസിലേക്ക് RSS നുഴഞ്ഞുകയറ്റമുണ്ടെന്ന്. എന്നിട്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി, ഞാനാ പറയുന്നത്, മുഖ്യമന്ത്രി ഇനി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി അവരുടെ ഇന്റലിജൻസ് DGP വഴിയാണ് ADGP വഴിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിട്ടുണ്ട്. ഞാനാ പറയുന്നത്, കണ്ടിട്ടുണ്ട് അദ്ദേഹം. അല്ല, അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പം അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രി. ഇരട്ടത്താപ്പ. അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ. നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആൾ അജിത്ത്. അവരാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. DGP അതിൻ്റെ മേൽത്തട്ടിലുണ്ട്. ബാക്കി ശശിയെക്കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണകക്ഷി MLA, കൊടുത്തില്ലേ? അത് അന്വേഷിക്കില്ല. അത് മറ്റതിൽ വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമുണ്ടെന്ന്. അപ്പം ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല. പൂരം കലക്കിയത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം. പൂരം കലക്കിയ അന്വേഷണം. ഞാനൊരു വാക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. ഞാനൊരു വാക്ക്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെ പറ്റി. ഇന്നും ഞാൻ ആവർത്തിക്കുന്നു, എന്തൊരു പ്രഹസനമാണ്. സിനിമയിൽ വേറെന്തോ പേരാ ചോദിക്കണം അല്ലേ, സജി നായിക. എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കാറ്. സംശയം എന്താ? ഇപ്പൊ ജനങ്ങളുടെ രോഷത്തിന് വിധേയമായി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും, അവരുടെ പാർട്ടിയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണം. ഇതെന്ത് അന്വേഷണം? അതെനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. ഞാൻ സാധാരണ അതിൽ ഇടപെടാത്ത ഒരാളാണ്. ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിലൊന്നും ഇടപെടണ്ടേ. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ആരത് പറഞ്ഞാലും ഞാൻ ആധികാരികമായിട്ട് പറയാണ്, ഞാൻ UDF ചെയർമാനാണ്, പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളാണ്. ഞാനും KPCC പ്രസിഡന്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരുമല്ലോ. അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഞാൻ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടതാണെന്ന്. മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടതാണ്. ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് CPM പോലത്തെ ഒരു പാർട്ടി, CPM നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരാളെ മാത്രമല്ല, ഒരുപാട് ആളുകളെ. ഞാൻ ചോദിക്കട്ടെ, ആദ്യം പറഞ്ഞത് ആരാ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമല്ലേ? ഇന്നലെ ആരാ പറഞ്ഞത്? വീണ്ടും ഹൈക്കോടതി 4.5 വർഷക്കാലം ഒളിച്ചു വെച്ചു. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷണം വെച്ചു, കൂടെ 2 മെയിൽ ഓഫീസർമാരെയും വെച്ചു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോരാ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്നാണ്. ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവൃത്തിയില്ല, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ? പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ, വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, സ്വാഭാവികമായുള്ള നടപടി എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധന. ഇന്നലെ മുകേഷിന്റെ കേസിൽ കണ്ടതിന് സമാനമായ നടപടികൾ. വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റീജിത്ത്, അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിന്റെ കേസിൽ കണ്ട സമാനമായ നടപടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. അല്പസം മുമ്പാണ് ഇടവേള ബാബു ലൈംഗിക ശേഷി പരിശോധനയ്ക്കായി ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയത്. അല്പസം മുമ്പെത്തി അദ്ദേഹം ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് വിധേയനാവുകയാണ്. അതിനുശേഷം എന്തായാലും നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഈ പരിശോധനയ്ക്ക് ശേഷം ഇടവേള ബാബുവിനെ വിട്ടയക്കുകയാണ് ചെയ്യുക. ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ ആലുവയിലുള്ള നടിയാണ് പരാതി നൽകിയത്. പിന്നീട് പോലീസ് കേസെടുക്കുകയായിരുന്നു, നോർത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു.
കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രത്യേക സംഘത്തിന് ഈ കേസ് കൈമാറിയത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും കോടതിയെ സമീപിച്ചുകൊണ്ട് ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഏതാണ്ട് 4 മണിക്കൂർ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള ഒരു സ്വാഭാവിക നടപടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. അല്പസമയം തന്നെ ഇടവേള ബാബുവിനോട് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് സ്വാഭാവിക നടപടി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ ലൈംഗിക ശേഷി പരിശോധനയ്ക്കായി ഇടവേള ബാബു ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി ഇടവേള ബാബുവിനെ വിട്ടയക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിനും സമാനമായ നിലയിലുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് വിധേയനാക്കിയിരുന്നു. ശരി, നിതിൻ വിവരങ്ങൾ നൽകുകയാണ്. മൂന്നാറിൽ സ്വകാര്യ റിസോർട്ടിന്റെ ജലചൂഷണം കണ്ടില്ലെന്ന് നടിച്ച റവന്യൂ വകുപ്പ്. ചിത്തിരപുരത്ത് ഭൂരഹിതർക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലാണ് മൂന്നാർ പാലസ് റിസോർട്ട് ഉടമകൾ അനധികൃതമായി കിണർ കുഴിച്ചത്. പട്ടയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിവാസൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി 6 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല. മറയൂർ സ്വദേശി ആനന്ദവല്ലിക്ക് 2015 സീറോ ലാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്തിരപുരത്ത് 3 സെന്റ് സ്ഥലം അനുവദിച്ചത്. 25 വർഷത്തേക്ക് വിൽക്കാനോ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാനോ പാടില്ല എന്ന നിബന്ധനയോടെ പട്ടയം നൽകി. ഈ ഭൂമിയിലാണ് മൂന്നാർ പാലസ് റിസോർട്ട് കിണർ കുഴിച്ച് വൻതോതിൽ ജലമൂറ്റുന്നതായി കണ്ടെത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറിയിരുന്നു. കിണറ്റിലെ മോട്ടോർ ഉൾപ്പെടെ എടുത്തുമാറ്റുകയും റിസോർട്ടിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് 2 മാസം മുമ്പ് ദേവികുളം തഹസിൽദാർ പരാതിക്കാർക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ജലചൂഷണം നിർബാധം തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റാൻ ഞങ്ങൾക്ക് ഉറപ്പ് എഴുതി തന്നാണ്. എന്നിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഞങ്ങളൊരു 6-7 മാസമായിട്ട് ഇതിന് ഒരു നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ നടക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ചിത്തിരപുരത്ത് സീറോ ലാൻഡ് മേഖലയിൽ നിർമ്മിച്ച വീടുകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും പരാതിയുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ ഉടൻ തന്നെ നടപടിയെടുക്കുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. സ്വകാര്യ റിസോർട്ടുകാർക്ക് റവന്യൂ വകുപ്പ് സംരക്ഷണം ഒരുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ശ്രീഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ 2024 കോഴിക്കോട് തുടക്കമായി. ശ്രീഗോകുലം ഗ്രൂപ്പിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ, കോഴിക്കോട് MP MK രാഘവൻ എന്നിവർ ചേർന്ന് കലാമേളയ്ക്ക് തിരിതെളിയിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി 1500-ലേറെ കലാപ്രതിഭകൾ. 5 വേദികളിലായി 100-ലധികം മത്സരങ്ങൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിനാണ് കോഴിക്കോട് കൊടിയേറിയത്. കുട്ടികളുടെ കലാവാസന പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കിയ ശ്രീഗോകുലം ഗ്രൂപ്പിനെ അഭിനന്ദിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ MK രാഘവൻ MP. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. മത്സരം എന്നതിലുപരി കഴിവുകൾ തേച്ചുമിനുക്കാനുള്ള വേദിയാണ് നവരസയെന്ന് ഗോകുലം ഗോപാലൻ. നമ്മുടെ പ്രായോഗിക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണം. നമ്മുടെ കുട്ടികളിൽ ജനിക്കുമ്പോൾ പല കഴിവുകളോടാണ് ജനിക്കുന്നത്. ഏത് കഴിവാണെന്ന് നമുക്കറിയില്ല. പക്ഷെ വളർന്നു വരുന്നതോറും അവരുടെ കഴിവുകൾ പ്രകാശിക്കേണ്ടതാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. കോഴിക്കോട്ടെ മൺമറഞ്ഞ പ്രമുഖ സാഹിത്യകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യകാരന്മാരുടെ മക്കൾ ആദരമേറ്റുവാങ്ങി. കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ വൈസ് ചെയർമാൻ BC പ്രവീൺ, ലിജിഷ പ്രവീൺ, ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ സണ്ണി ഫ്രാൻസിസ്, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാളെ നടക്കുന്ന സമാപന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP, നടൻ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. 24 കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. P ശശിക്കെതിരെ അന്വേഷണമില്ല എന്നുള്ളതാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നേരത്തെ P ശശിക്കെതിരെ അന്വേഷണം വേണം, അല്ലെങ്കിൽ ഉയർന്നു വന്ന പരാതി അത് PV അൻവർ എഴുതി നൽകണം എന്നുള്ള ആവശ്യം CPIM മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം PV അൻവർ അത് എഴുതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ P ശശിക്കെതിരെയും അന്വേഷണമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തുകയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഇതിനെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് എങ്ങനെയാണ്? പ്രതീഷ്. റിജിത, മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതെന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ CPM സ്വീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനോട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും യോജിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ PV Anwar MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ മറ്റ് നടപടികൾ വേണ്ട എന്നതാണ് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്ന കാര്യം. കാരണം നേരത്തെ തന്നെ ഈ പരസ്യ പ്രതികരണങ്ങൾ PV Anwar MLA നടത്തിയത് മുഖ്യമന്ത്രി തന്നെ വിലക്കിയിരുന്നു. ഒപ്പം വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ CPM-നും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി വേണം എന്നുള്ള ഈ കത്തടക്കം CPM-ന് PV Anwar കൈമാറിയിരുന്നു. പക്ഷേ ഇതിൽ നടപടിയില്ല, പാർട്ടി അന്വേഷണം ഇല്ല എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. നിലവിൽ ഈ PV Anwarന്റെ നിലപാടിൽ ഒപ്പം തുടർച്ചയായി PV Anwar പോലീസിനെതിരെയും ഒപ്പം വിവിധ വകുപ്പുകൾക്കെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു നടപടികളിലേക്ക് ഇനി പാർട്ടി കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അതിനുശേഷം കൃത്യമായൊരു പാർട്ടി നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കും. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് P ശശിക്കെതിരെ PV Anwar ഉയർത്തിവിട്ടത്. സ്വർണ്ണക്കടത്തിന്റെ പങ്കുപറ്റുന്നയാൾ എന്നതടക്കമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത്. മുഖ്യമന്ത്രി P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെ പാർട്ടി കൂടി ആ ക്ലീൻ ചിറ്റ് നൽകുകയാണ്. P ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തിൽ അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.